ഹോമോസെക്ഷൽ OCD എന്താണ്? അതെന്തുകൊണ്ട് വരുന്നു? അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? സ്വവർഗാനുരാഗവും സ്വവർഗാനുരാഗ OCDയും എന്താണ് വ്യത്യാസം? നമുക്കിതിനെ എങ്ങനെ പരിഹരിക്കാം? ഇതെല്ലാമാണ് ഈ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം. ഈ വീഡിയോ മുഴുവനായും കാണുക. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരു 2 വർഷം മുമ്പുണ്ടായ ഒരു സംഭവം. ഒരു ക്ലയൻറ്റ് എൻ്റെ അടുത്തേക്ക് വരുന്നു. 18 വയസ്സായ ഒരു ക്ലയൻറ്റാണ്. ആ 18 വയസ്സായ ക്ലയൻറ്റ് അവരുടെ അമ്മയോടും അച്ഛനോടും കൂടി എൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് സ്വകാര്യ സംഭാഷണത്തിൽ അമ്മയെയും അച്ഛനെയും കൂട്ടാതെ ഈ വ്യക്തി എന്നോട് സ്വകാര്യമായി സംസാരിക്കുകയാണ്. ആ കുട്ടിക്ക് ഹോമോസെക്ഷൽ OCD ഉണ്ട് എന്നാണ്. ഹോമോസെക്ഷൽ OCD എന്ന് പറഞ്ഞാൽ സ്വവർഗത്തിലുള്ള പുരുഷന്മാരുമായി, ഇത് ആൺകുട്ടിയാണ്, സ്വർഗത്തിലുള്ള പുരുഷന്മാരുമായി സെക്ഷുവലായി ഞാൻ ബന്ധപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ടോ, അങ്ങനെ ഒരു അഭിവാഞ്ച എനിക്കുണ്ടോ, ഒരു സെക്ഷൽ അറോസൽ ഉണ്ടോ എന്ന് ഇദ്ദേഹം ചിന്തിക്കുന്നു. അതിനാണ് സെക്ഷൽ OCD എന്ന് പറയുന്നത്, ഹോമോസെക്ഷൽ OCD. ഈ OCD എന്നുള്ളതിനും ആക്ച്വലിനും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ സ്വവർഗത്തിലുള്ള ആളുകളുമായി ഉണ്ടാകുന്ന സെക്സ്, അതാണ് ഹോമോസെക്ഷൽ. അപ്പോൾ ഈ വ്യക്തി ഹോമോസെക്ഷൽ ആണ്, ഗേ ആണ് എന്ന് പറയാം. ഹോമോസെക്ഷൽ OCD എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ വ്യക്തി ഗേ അല്ല, ഹോമോസെക്ഷൽ അല്ല, പകരം അങ്ങനെ ആണോ എന്നുള്ള ചിന്ത ഇദ്ദേഹത്തിനെ കാർന്ന് തിന്നുന്നു. അതേപോലെ റിപ്പീറ്റഡ്ലി ഇതേ ചിന്തകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഹോമോസെക്ഷൽ OCD. അപ്പോൾ ഹോമോസെക്ഷൽ OCD ഉള്ള ആൾ ആക്ച്വലായി ഹോമോസെക്ഷൽ ആയിരിക്കില്ല എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഈ വ്യക്തി എന്നെ കാണാൻ വരുന്നു, ഇതേപോലെ ഹോമോസെക്ഷൽ OCD. അപ്പോൾ ഡയഗ്നോസ് ചെയ്യുകയാണ് ഹോമോസെക്ഷൽ OCD ആണെന്ന്. കാരണം അദ്ദേഹം റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എനിക്ക് ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഐഡിയേഷൻ ഉണ്ടോ, ഞാൻ ഗേ ആണോ എന്നെനിക്ക് തോന്നുന്നു, ആൺകുട്ടികളെ കാണുമ്പോൾ എനിക്ക് അട്രാക്ഷൻ തോന്നുന്നു, അവരുമായി ഇടപഴകാൻ തോന്നുന്നു, അങ്ങനെ തോന്നുന്നത് ഞാൻ ഹോമോസെക്ഷൽ ആയതുകൊണ്ടാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, ഹോമോസെക്ഷൽ എന്നുള്ള രീതിയിൽ താങ്കളുടെ പെരുമാറ്റം, ബിഹേവിയർ എന്താണ്? സാധാരണഗതിയിൽ നമുക്കറിയാം, ഹോമോസെക്ഷൽ ആണെങ്കിൽ അവർ അറ്റ്ലീസ്റ്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്കെങ്കിലും, മേ ബി ഒരു 2 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 1 മാസത്തിലൊരിക്കൽ, ചിലപ്പോൾ അതിൽ കൂടുതലും സ്വവർഗത്തിലുള്ള ആളുകളുമായി സെക്ഷൽ എൻകൗണ്ടർ, ശാരീരിക ബന്ധം പുലർത്തും എന്നുള്ളതാണ് ഹോമോസെക്ഷൽ. അപ്പോൾ ഞാൻ ഈ വ്യക്തിയോട് ചോദിച്ചു, കഴിഞ്ഞ 6 മാസത്തിൽ എത്ര പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറയുന്നു, 1 പ്രാവശ്യം പോലും സംഭവിച്ചിട്ടില്ല. അതിന് മുമ്പത്തെ 6 മാസം എടുത്താലോ അപ്പോഴും സംഭവിച്ചിട്ടില്ല. പിന്നെ എപ്പോഴാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്, എത്ര പ്രാവശ്യം സംഭവിച്ചിരിക്കുന്നു? അപ്പോൾ ഈ കുട്ടി പറയുകയാണ്, 2 വർഷം മുമ്പ്, അതായത് അവന് 16 വയസ്സായ സമയത്ത്, അവൻ്റെ +2 പഠിക്കുമ്പോൾ സ്കൂളിലെ ഏതോ ഒരു ഫംഗ്ഷൻ്റെ ഇടയിൽ അന്ന് രാത്രി അവിടെ താമസിക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. അങ്ങനെ താമസിക്കേണ്ട സാഹചര്യം വരുന്ന സമയത്ത് ഇവൻ്റെ ക്ലാസ്സിലെ വേറൊരു കുട്ടിയുമായി, സെയിം ഏജിലുള്ള വേറൊരു കുട്ടിയുമായി രാത്രി അവിടെ കിടന്ന സ്ഥലത്ത് ഇവർ തമ്മിൽ ഒരു സെക്ഷൽ ആയിട്ടുള്ള ഒരു പെരുമാറ്റം ഉണ്ടായി. സെക്ഷൽ പെരുമാറ്റം തന്നെയാണ്, പൂർണ്ണമായ സെക്ഷൽ പെരുമാറ്റം ഉണ്ടായി. അവിടുന്ന് അങ്ങോട്ട് പിന്നീട് അതിനുശേഷം അടുത്തൊരു 6 മാസത്തേക്ക് നോർമലായി തന്നെയാണ് അദ്ദേഹം പെരുമാറിയിരുന്നത്. 6 മാസത്തേക്കല്ല, 1 വർഷത്തേക്ക് തന്നെ ഏകദേശം നോർമലായി തന്നെയാണ് ഈ വിഷയത്തിൽ പെരുമാറിയത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഈ ചിന്ത അവനെ കാർന്ന് തിന്നാൻ തുടങ്ങി. അതായത് ജീവിതത്തിൽ ജനിച്ച ആ ദിവസം മുതൽ ഈ നിമിഷം വരെ, 18 വയസ്സ് വരെയുള്ള എൻ്റെ അടുത്തേക്ക് വരുന്ന ഈ നിമിഷം വരെ, ഈ വ്യക്തിക്ക് ഒരൊറ്റ പ്രാവശ്യമേ സ്വവർഗത്തിൽപ്പെട്ട വേറൊരാളുമായി സെക്ഷൽ ആയിട്ടുള്ള ഒരു എൻകൗണ്ടർ, ബന്ധം ഉണ്ടായിട്ടുള്ളൂ. അതിന് കൂടുതലുണ്ടായിട്ടില്ല. അത് ഇദ്ദേഹത്തിന് ഇപ്പോൾ മാനസികമായി വളരെയധികം സമ്മർദ്ദമുണ്ടാകുന്നു. അതേ ചിന്ത വീണ്ടും വീണ്ടും വരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് പോവുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ആക്ച്വൽ പ്രശ്നം ഫർദർ എന്താണ്? അപ്പോൾ ഇദ്ദേഹം സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ OCDയുടെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങിയിരുന്നു. അതായത് പുസ്തകം വായിക്കുമ്പോൾ ഒരു പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കൃത്യമായി ആ പാരഗ്രാഫ് 5 or 6 പ്രാവശ്യമാണ് അദ്ദേഹം പറഞ്ഞത്, ലക്കി നമ്പർ 6 ആണ്. ആ സമയത്ത് 6 പ്രാവശ്യം ഒരേ പാരഗ്രാഫ് വായിക്കുന്നു. അത് മാനസിക സമ്മർദ്ദത്തോടുകൂടിയാണ് വായിക്കുന്നത്. 6 പ്രാവശ്യത്തിൽ കൂടുതൽ വായിച്ചാലും അദ്ദേഹത്തിന് മനസ്സമാധാനമില്ല, അതിൽ കുറച്ച് വായിച്ചാലും മനസ്സമാധാനമില്ല. അങ്ങനെയുള്ള ബിഹേവിയർ കാരണം ഇദ്ദേഹത്തിന് ടോട്ടലി എല്ലാ കാര്യത്തിലും, ഈ പഠന കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് മാർക്ക് വളരെയധികം കുറയുന്നു. അത് 10ാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ് എന്നാണ് ആ വ്യക്തി എന്നോട് പറഞ്ഞത്. പിന്നീട് ക്ലാസ് മുറിയിലേക്ക് ചെല്ലുമ്പോഴുള്ള അവിടെ ടൈൽസിൻ്റെ കണക്കെടുക്കുമായിരുന്നു. അദ്ദേഹം നടക്കുന്ന ടൈൽസിൽ
നമ്മുടെ തറയോടുകളുണ്ടല്ലോ, ടൈൽസ്, ആ ടൈൽസിനെ സ്റ്റെപ്പ് വെച്ച് 1 2 3 4 5 6 എന്ന് എണ്ണി 6 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലൈനിലേക്ക് മാറി അവിടെയും 6 കൗണ്ട് ചെയ്ത് വീണ്ടും അടുത്ത ലൈനിലേക്ക് മാറി വീണ്ടും 6 കൗണ്ട് ചെയ്ത് അങ്ങനെയാണ് അവൻ ക്ലാസ്സിൽ പോയി ഇരിക്കാറുള്ളത് എന്നും പറഞ്ഞു. ഇതൊരു റിപ്പീറ്റഡ് ബിഹേവിയറാണ്. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അവന് വളരെയധികം വിഷമാവും. അതേപോലെ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്പലത്തിൽ 6 പ്രാവശ്യം പ്രദക്ഷിണം വെച്ചാലേ ഇവന് മനസ്സമാധാനമാവുകയുള്ളൂ. 3 4 പോരാ, അല്ലെങ്കിൽ 6 കൂടാനും പാടില്ല. എപ്പോൾ എന്തെങ്കിലും കാരണവശാൽ അവനത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ വളരെയധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നു. സ്കൂളിൽ പോകുമ്പോൾ അവൻ കൃത്യമായി 6 പേന കൊണ്ടുപോകും. എന്തിനാ മോനെ 6 പേന എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവന് മറുപടിയില്ല. പക്ഷേ ഇവനെ സംബന്ധിച്ചിടത്തോളം 6 പേന കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള ഇത്തരത്തിലുള്ള ചെറിയ ബിഹേവിയർ, അതായത് പുസ്തകം കൗണ്ടിങ് ചെയ്യുമ്പോൾ 6 കൗണ്ട് ചെയ്യും. 6ാമത്തെ പേജ്, അതിൻ്റെ ഗുണനങ്ങളായ 12ാമത്തെ പേജ്, 18ാമത്തെ പേജ്, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം അതിനെ കാണുന്നത്. ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ അവന് ചെറുപ്പത്തിലുണ്ടായിരുന്നു. അതേപോലെ ഓരോ കാര്യം ചെയ്യുമ്പോഴും അവൻ ഇതേപോലെ 1 2 3 4 5 6 എന്ന് എണ്ണിയതിന് ശേഷം വാതിൽ തുറക്കുക. അവൻ്റെ അലമാരയുടെ വാതിൽ തുറക്കുമ്പോൾ എണ്ണിയിട്ട് തുറക്കും. അതേപോലെ ബാത്റൂമിലേക്ക് പോകുമ്പോൾ 6 വരെ എണ്ണിയതിന് ശേഷം വാതിൽ തുറക്കുക. കക്കൂസിൽ ഇരിക്കുന്നതിന് മുമ്പ് 6 വരെ എണ്ണിയതിന് ശേഷം ഇരിക്കുക. എഴുന്നേൽക്കുന്നതിന് മുമ്പ് 6 വരെ എണ്ണിയതിന് ശേഷം എഴുന്നേൽക്കുക. അങ്ങനെയുള്ള ഒരു കുറേയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പെരുമാറ്റ രീതി. ഇത് OCDയുടെ ലക്ഷണങ്ങളാണ്, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിൻ്റെ ലക്ഷണങ്ങളാണ്. അതായത് 10ാം ക്ലാസ് മുതൽ തന്നെ, ഏകദേശം 10ാം ക്ലാസ്സിൻ്റെ പകുതിയോടുകൂടി തന്നെ ഈ വ്യക്തിക്ക് OCDയുടെ ഇത്തരം ലക്ഷണങ്ങൾ വ്യക്തമായി കാണാൻ തുടങ്ങിയിരുന്നു. അതിനുശേഷം ഈ ഒരു എൻകൗണ്ടർ, അതായത് 16ാമത്തെ വയസ്സിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. മറ്റൊരു ആൺകുട്ടിയുമായി ഇവന് ശാരീരിക ബന്ധം ഏർപ്പെട്ടു. അതിനുശേഷം 1 വർഷത്തോളം ഈ പഴയ OCD സിംറ്റംസ് തന്നെ അവൻ കൊണ്ടു നടന്നു. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. മറ്റ് ചികിത്സയ്ക്കൊന്നും പോയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുശേഷം കഴിഞ്ഞ ഏകദേശം 9 മാസമായി ഇവന് ഈ ഒരു വിഷയത്തിൽ, അതായത് ഹോമോസെക്ഷൽ ആയിട്ടുള്ള ചിന്തകൾ, ഞാൻ ഹോമോസെക്ഷൽ ആണോ, എനിക്ക് മറ്റു പുരുഷന്മാരെ കാണുമ്പോൾ അറൗസൽ വരുന്നുണ്ടോ, മറ്റു പുരുഷന്മാരെ കാണുമ്പോൾ എനിക്ക് അട്രാക്ഷൻ തോന്നുന്നുണ്ടോ, ഞാൻ ഹോമോസെക്ഷൽ ആണോ ഗേ ആണോ എന്നുള്ള ചിന്തകൾ. അതിനനുസരിച്ച് ഇവൻ ഒരുപാട് യൂട്യൂബിലും ഒക്കെ ധാരാളം വീഡിയോകളും കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതാണ് ഇവൻ്റെ ജനറലായിട്ടുള്ള അവൻ പറഞ്ഞ കാര്യങ്ങൾ, അവൻ്റെ പാരൻസ് പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കാണേണ്ടത് ഇവന് 10ാം ക്ലാസ് മുതൽ OCD സിംപ്റ്റംസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 9 മാസമായിട്ട് മാത്രമേ, അതായത് 3 വർഷം മുമ്പത്തെ കാര്യമാണ്, 9 മാസമായിട്ട് മാത്രമേ ഇവന് ഈ പ്രശ്നമുള്ളൂ, ഹോമോസെക്ഷൽ OCDയുടെ പ്രശ്നമുള്ളൂ. അദ്ദേഹത്തിൻ്റെ കേസ് ഹിസ്റ്ററി സ്വാഭാവികമായിട്ടും ഞങ്ങൾ എടുക്കും. ഇതിനു മുമ്പ് വേറെ വല്ല പ്രശ്നമുണ്ടോ, ജനിക്കുമ്പോൾ വല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നോ, അതേപോലെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ OCD ഉണ്ടോ, പാരമ്പര്യമായി വരാവുന്നതാണ്. അങ്ങനെയൊന്നുമില്ല. ചെറുപ്പത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള യൗവനമാണോ അല്ലെങ്കിൽ കുട്ടിത്തമാണോ അവനുണ്ടായിരുന്നത്, വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നോ, അങ്ങനെയും ഒന്നുമില്ല. അവൻ തന്നെ പറഞ്ഞു എല്ലാം നോർമലാണ്. അച്ഛനും അമ്മയും പറഞ്ഞു അവൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ വളരെ സ്നേഹത്തിലാണ് അവനോട്, എപ്പോഴും നല്ല രീതിയിൽ മാത്രമേ അവനെ വളർത്തിയിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ശാരീരികമായി മറ്റു അസുഖങ്ങളൊന്നുമില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതിനുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തു. ശാരീരികമായിട്ടും മറ്റു അസുഖങ്ങളൊന്നുമില്ല. പിന്നീട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഒരുപാട് മാനസിക സമ്മർദ്ദം ഉള്ളതുകൊണ്ട് നമുക്കൊരു സൈക്യാട്രിസ്റ്റിനെ കാണേണ്ടി വരും എന്ന് പറഞ്ഞ് അടുത്തുള്ള ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ച് അദ്ദേഹം അതിനായിട്ടുള്ള മരുന്ന് കൊടുത്തു. ആ മരുന്ന് അദ്ദേഹം കഴിക്കാൻ തുടങ്ങി. അതിനുശേഷം വീണ്ടും എൻ്റെ അടുത്തേക്ക് വരികയാണ് സൈക്കോ തെറാപ്പി ചെയ്യാൻ. അപ്പോൾ ഈ സൈക്കോ തെറാപ്പിയിൽ ആദ്യം ചെയ്യുന്നത് കൗൺസിലിംഗ് ആണ്, സൈക്കോ എഡ്യൂക്കേഷൻ. ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുന്നു, എന്താണ് ഹോമോസെക്ഷൽ OCD. അതിനുശേഷം കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ചെയ്യുന്നു, മനസ്സിൻ്റെ സ്ട്രക്ചർ മാറ്റുന്നു, ചിന്താരീതികൾ മാറ്റുന്നു, നെഗറ്റീവായ ചിന്തകളെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു, ആങ്സൈറ്റി എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു, എന്തുകൊണ്ട് നമുക്കത് വിഷമിക്കേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നു, റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ് എന്താണ്, ഒബ്സഷൻ എന്താണ്, കമ്പൽഷൻ എന്താണ്, ഇതിനെല്ലാം എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ കഴിയും എന്ന് എഡ്യൂക്കേഷൻ രൂപത്തിൽ, പ്രാക്ടിക്കൽ പിന്നെ വരുന്നുള്ളൂ, ആദ്യം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഈ CBTയുടെ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്ങും ബിഹേവിയറൽ ആക്ടിവേഷനും എല്ലാം ചെയ്ത് പതിയെ അവനെ ആ ഒരു ലൈനിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ERP തെറാപ്പിയിലൂടെ മരുന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ERP തെറാപ്പിയിലൂടെ ഏകദേശം 6 മാസം കൊണ്ട് അവന് നല്ല സമാധാനമുണ്ടായി എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ 6 മാസം കൊണ്ട് പ്രശ്നം മാറിയെന്നല്ല ഞാൻ പറയുന്നത്, റിലാപ്സ് ഉണ്ടാവും. ആ റിലാപ്സ് വരാതിരിക്കാൻ ഈ പറയുന്ന CBT കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി
വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണം. ആദ്യമെല്ലാം ഞങ്ങൾ അവനോട് പറയും, ആദ്യത്തെ ഒരു 6 മാസ കാലയളവിൽ എല്ലാ ആഴ്ചയും, തുടക്കത്തിൽ 3 മാസം എല്ലാ ആഴ്ചയും, അതിനുശേഷമുള്ള 3 മാസം 10 ദിവസത്തിലൊരിക്കലുമാണ് വരാൻ പറഞ്ഞിരുന്നത്. പിന്നീട് അതിൻ്റെ തോത് കുറച്ചു, മാസത്തിലൊരിക്കലായി. ഇപ്പോൾ അദ്ദേഹം വരുന്നത് 2 മാസത്തിലൊരിക്കൽ. കഴിഞ്ഞ മാസവും വന്നിരുന്നു. ഈസ് ഡൂയിങ് വെൽ. അദ്ദേഹത്തിൻ്റെ ഗ്രാജുവേഷൻ ഏകദേശം ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞത്. ഇപ്പോൾ അവൻ PGക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹീസ് ഡൂയിങ് വെൽ, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. മരുന്ന് അവൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു. എല്ലാം ഭംഗിയായി നടക്കുന്നു. ഇതാണ് ഞാനൊരു OCDയുടെ കേസ് സ്റ്റഡിയായി, അതായത് ഹോമോസെക്ഷൽ OCDയുടെ കേസ് സ്റ്റഡിയായി നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്. പ്രോപ്പറായ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ വളരെ മോശമായ ഇത്തരം OCDകൾ പോലും നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്.